എല്ലാം പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. SSLC റിസൾട്ട് സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ പോകുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് ഇതുപോലെയുള്ള അപ്ഡേറ്റുകളും അറിയിപ്പുകളും യഥാസമയം നിങ്ങളിലേക്ക് എത്തുവാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടിയുള്ള ബെല്ലൈക്കണിൽ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്ത് വച്ചേക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഈ വർഷത്തെ SSLC പരീക്ഷാ ഫലം നേരത്തെ തീരുമാനിച്ചതുപോലെ തന്നെ മെയ് 15 തന്നെ പ്രഖ്യാപിക്കും. ചീഫ് സെക്രട്ടറിയുടെ അനുമതിയോടെ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറാണ് ഫലപ്രഖ്യാപനം നടത്തുക. ഇന്ന് ചേർന്ന ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് പ്രോഗ്രാം QAP യോഗത്തിലാണ് ഫലം വൈകാതെ പ്രഖ്യാപിക്കുവാൻ ധാരണയായത്. വിദ്യാഭ്യാസ മേഖലയിലെ ചില സാങ്കേതിക പ്രശ്നങ്ങൾ മൂലം റിസൾട്ട് വൈകുമോ എന്ന് നിരവധി അധ്യാപക സംഘടനകൾ ആശങ്കപ്പെട്ടിരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് റിസൾട്ട് നേരത്തെ തീരുമാനിച്ച ഡേറ്റിൽ തന്നെ പ്രഖ്യാപിക്കുവാൻ സാധിക്കുമെന്ന് വിദ്യാഭ്യാസ വകുപ്പ് അറിയിച്ചിട്ടുള്ളത്. മെയ് 15 വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ശേഷം 3 മണിക്ക് റിസൾട്ട് പ്രഖ്യാപിക്കുമെന്നാണ് വിദ്യാഭ്യാസ മേഖലയിലെ അധികൃതരിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചത്. റിസൾട്ട് പ്രഖ്യാപിക്കുമ്പോൾ തന്നെ ചിലപ്പോൾ റിസൾട്ട് നൽകുന്ന എല്ലാ വെബ്സൈറ്റുകളും നിരവധി കുട്ടികൾ കയറുന്നത് കൊണ്ട് തന്നെ ക്രാഷ് ആവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വേഗത്തിലും എളുപ്പത്തിലും റിസൾട്ട് അറിയുവാൻ എക്സാം സർക്കാരി റിസൾട്ട് ഇൻഫോ എന്നൊരു വെബ്സൈറ്റ് അവസരം നൽകുന്നുണ്ട്. ഈ വെബ്സൈറ്റിലൂടെ നിങ്ങൾക്ക് എളുപ്പത്തിൽ റിസൾട്ട് നോക്കാൻ സാധിക്കുന്നതായിരിക്കും. അതുമാത്രമല്ല, റിസൾട്ടുമായി ബന്ധപ്പെട്ട വരുന്ന മണിക്കൂറുകളിലെ എല്ലാ അപ്ഡേറ്റും ഈ വെബ്സൈറ്റിൽ ലഭ്യമായിരിക്കും. വെബ്സൈറ്റിലേക്ക് എത്തുവാൻ ഗൂഗിളിൽ അല്ലെങ്കിൽ ക്രോമിൽ കയറി എക്സാം സർക്കാരി റിസൾട്ട് ഇൻഫോ എന്ന് സെർച്ച് ചെയ്യുക. ശേഷം ആദ്യം കാണുന്ന വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക. അല്ലെങ്കിൽ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും ലിങ്ക് നൽകിയിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കയറാവുന്നതാണ്. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. റിസൾട്ട് അപ്ഡേറ്റുകൾ ഇതുപോലെ കൃത്യമായി തന്നെ നിങ്ങളിലേക്ക് എത്തുവാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വച്ചേക്കുക. നന്ദി.